മാഷേ മാഷേ. ഓ, പേടിച്ച് പോയല്ലോടോ ശങ്കു. എന്താ? മഷിയുണ്ടോ മാഷേ? മഷി. അത് ശരി, തനിക്ക് ഈ എഴുത്ത് പരിപാടിയൊക്കെ ഉണ്ടല്ലേ, നല്ല കാര്യം. മഷി ഇല്ലല്ലോടോ. എങ്കിൽ തേനുണ്ടോ? തേനോ? തേൻ വെച്ച് എങ്ങനെയാടോ എഴുതുന്നത്? എൻ്റെ മാഷെ, എഴുതാനല്ല, എൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് അടുക്കളയിൽ നിന്ന് പൊള്ളലേറ്റു. കൈ മുട്ട് മുതൽ താഴേക്ക് പൊള്ളിയിരിക്കുക. മഷിയോ തേനോ ഉണ്ടെങ്കിൽ അത് പുരട്ടാലോ എന്ന് കരുതിയ, അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി. വീട്ടിൽ പേസ്റ്റ് ഇല്ല, ഉമിക്കരിയ. എടോ, താൻ എന്ത് വിവരക്കേടായി പറയുന്നേ? ഈ പൊള്ളലേറ്റാൽ ആശുപത്രി കൊണ്ടുപോകല്ലേ വേണ്ടത്? അല്ല, നമ്മൾ മുൻകൂറായി ഇങ്ങനെയൊക്കെ ചെയ്താലേ ഡോക്ടർമാർക്ക് അതൊരു സഹായമാവുമല്ലോ. ആ, ബെസ്റ്റ്. ഡോക്ടർമാർ തന്നെയാ പറയുന്നത് ഈ മാതിരി സാധനങ്ങളൊന്നും തേച്ച് പിടിപ്പിക്കരുതെന്ന്. അത് ചികിത്സയ്ക്ക് വരെ തടസ്സം നിൽക്കുന്ന സംഗതികളാണ്. നീ വേഗം അവളെ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ നോക്ക്. സാധാരണഗതിയിൽ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യത ഏറെയാണ്. 20 മിനിറ്റെങ്കിലും പൊള്ളലേറ്റ ഭാഗം വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇനി അഥവാ ഗുരുതരമായി പൊള്ളലേറ്റാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ സമയം തൊലിയിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ രോഗിയെ കടത്താൻ പാടില്ല. പേസ്റ്റ്, നെയ്യ്, മഷി, തേൻ തുടങ്ങിയ വസ്തുക്കളൊന്നും പുരട്ടുവാനും പാടുള്ളതല്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലെറ്റ് us change.